ഞാൻ ഈ രാത്രി കാഴ്ചയും കണ്ട് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഞാൻ ഒറ്റക്കല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ യാത്ര പോകുന്നത് ഈ കാണുന്ന രണ്ടുപേരുമാണ്. ഞങ്ങൾ അവരെ യാത്ര അയക്കാൻ വന്നതാണ്. ഇതാണ് എൻ്റെ അമ്മായിയമ്മ, ഇക്കാണുന്നത് അമ്മായിയച്ഛൻ. രണ്ടുപേരും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനും പിന്നെ നേർച്ച കഴിക്കാനുമായിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവരെ യാത്ര അയക്കാൻ വന്നതാ. പിന്നെ ട്രെയിൻ വിടാൻ ഇനിയും ധാരാളം സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിരുന്നു. പക്ഷേ സൈറൻ മുഴങ്ങിയപ്പോഴേക്കും ഞങ്ങളോടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എറണാകുളത്ത് നിന്ന് ആർക്കെങ്കിലും വേളാങ്കണ്ണിക്ക് പോകണമെങ്കിൽ ഈ ട്രെയിൻ വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെ ട്രെയിൻ വിടാൻ സമയമായപ്പോഴേക്കും ഞങ്ങൾ അവരോട് യാത്രയും പറഞ്ഞ് നേരെ തിരിച്ചു. പിന്നെ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ആകെ അങ്ങ് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. ഇക്കാണുന്നതാണ് എൻ്റെ ബ്രദറിലോ. പിന്നെ പുള്ളിയുടെ കൂടെയുള്ള എല്ലാം മാറ്റി ബ്രദറിനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. പക്ഷേ വീട്ടിലേക്കല്ല കേട്ടോ, വണ്ടി വെച്ചിട്ട് 2 വീലർ എടുത്ത് ഞങ്ങൾ നേരെ ഫോട്ടോച്ചയ്ക്ക് വിട്ടു. ഒരു നൈറ്റ് ഡ്രൈവിന് വേണ്ടി നല്ലൊരു ചായ കുടിക്കുക, അതാണ് മെയിൻ ലക്ഷ്യം. അങ്ങനെ ഉദ്ദേശിച്ച കാര്യം നടന്നു. നല്ലൊരു സൂപ്പർ ചായ കുടിച്ചു. പിന്നെ എൻ്റെ കെട്ടിയൻ്റെ ക്യാമറക്കാർ വരുന്നതിന് പോസ് ചെയ്യാൻ വേണ്ടി മുന്നിൽ ഞാനായിരിക്കും. ഞാനാണ് അങ്ങേരുടെ വൺ ആൻഡ് ഓൺലി മോഡൽ. പിന്നെ ഞങ്ങൾ ചായ ആസ്വദിച്ച് കുടിക്കുമ്പോൾ ആഞ്ചലിനക്ക് കുറഞ്ഞതൊരു ഐസ്ക്രീമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ പുള്ളിക്കാരിയും ഹാപ്പി. വളരെ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയ ഒരു നൈറ്റ് ഡ്രൈവിന് ശേഷം ഇനി നേരെ വീട്ടിലേക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ബൈ.